ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസിനിയും വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും വരുമെന്ന് അരുളിച്ചെയ്ത് ക്രൂശുമരണം സ്വീകരിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് 40-ാം ദിവസം സ്വർഗ്ഗാരോഹണം ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാത വചനത്തിലേക്ക് വളരെ സ്നേഹത്തോടെ വിനയത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ധ്യാന വിഷയം എന്ന് പറയുന്നത് നിരപ്പും ഐക്യവും എങ്ങനെ ഉണ്ടാകും. നിരപ്പും ഐക്യവും എങ്ങനെ ഉണ്ടാകും. ഇന്ന് ഈ വർഷത്തെ 212-ാമത്തെ ദിവസമാണ്. നാം ജനുവരി തൊട്ട് നോക്കുമ്പോൾ, അതായത് ജനുവരി 1-ാം തീയതി നമ്മോടൊപ്പം ഉണ്ടായിരുന്ന എത്രയോ പേർ ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടു. നമുക്ക് ഇന്നും ആരോഗ്യത്തോടുകൂടി ഐശ്വര്യത്തോടുകൂടി ജീവിക്കുവാൻ ദൈവം തന്നതായ ആ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നാം അവന് നന്ദി പറയുകയാണ് വേണ്ടത്. ഇന്ന് 583-ാമത്തെ എപ്പിസോഡ് പബ്ലിഷ് ചെയ്യുന്നതിനായി ദൈവത്തിൽ ശരണപ്പെടുന്നു. നിരപ്പും ഐക്യവും എങ്ങനെ ഉണ്ടാകും എന്നതിനെ ആസ്പദമാക്കി ഏതാനും ചില കാര്യങ്ങൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കുന്നു. ക്രിസ്തു സ്നേഹം ലോകത്തെ നിരപ്പിലേക്കും ഐക്യത്തിലേക്കും നയിക്കും എന്ന പ്രത്യാശയാണ് ജർമ്മനിയിലെ കാൾസ്റൂഹയിൽ 2022 ആഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 8 വരെ നടത്തിയ അഖില ലോക സഭാ കൗൺസിലിന്റെ 11-ാമത്തെ അസംബ്ലിയുടെ മുഖ്യ ചിന്താവിഷയത്തിന്റെ അന്തർധാര. ലോകത്തെ അനുരഞ്ജനത്തിലേക്കും ഐക്യത്തിലേക്കും നയിക്കുന്ന ക്രിസ്തു സ്നേഹം എന്ന ചിന്താവിഷയം, ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു എന്ന ബൈബിൾ വചനത്തിന്റെ വിശകലനത്തിലാണ് വിഷയ വിഭജനം. ഐക്യത്തിലും നിരപ്പിലുമായി ക്രിസ്തു വിഭജനം ചെയ്ത സ്നേഹത്തിന്റെ വിശാലമായ ദർശനമാണിത്. റീകൺസിലിയേഷൻ എന്നതിന് പൊരുത്തപ്പെടൽ, ഒത്തുതീർപ്പ്, ഒരുമപ്പെടൽ എന്നർത്ഥം. ക്രിസ്തു ബന്ധത്തിൽ പരസ്പരം പൊരുത്തപ്പെടണമെങ്കിൽ മാത്രമേ ഐക്യത്തിലേക്ക് വളരുവാൻ കഴിയുകയുള്ളൂ. യൂണിറ്റി എന്നതിന് ഒരുമ, ഏകത, ഒത്തൊരുമത, യോജിച്ച അവസ്ഥ എന്നാണ് അർത്ഥം. സൂക്ഷ്മ വിശകലനത്തിൽ പൊരുത്തപ്പെടലും ഏകതയും സ്നേഹത്തിന്റെ ഇരുവശങ്ങളാണ്. ദൈവസ്നേഹത്തിൽ നിറയുമ്പോൾ ലഭ്യമാകുന്ന ഏകതയും ഐക്യവും നീതിയും സമാധാനവും പങ്കിടുന്ന സ്നേഹത്തിന്റെ തീർത്ഥാടന ജീവിതമാണ്. കോവിഡ് മഹാമാരി സൃഷ്ടിച്ച പ്രതിസന്ധികൾ, കാലാവസ്ഥ വ്യതിയാനം വഴിയുള്ള പ്രത്യാഘാതങ്ങൾ, സമൂഹത്തിലും സഭയിലും ശക്തിപ്പെടുന്ന വിവിധങ്ങളായ അസമത്വം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ആൽഗോരിതം, യന്ത്ര പഠനം, ജൈവ ഗവേഷണം എന്നിവയുടെ പശ്ചാത്തലത്തിലും റോബോട്ടുകളുടെ സഹായത്തോടെയും തികഞ്ഞ മനുഷ്യനെ സൃഷ്ടിക്കുവാൻ ശാസ്ത്ര സാങ്കേതിക ലോകം ഗവേഷണം നടത്തുവാൻ പുത്തൻ സാഹചര്യങ്ങളിൽ മനുഷ്യർ തമ്മിലുള്ള മുഖ സംവാദങ്ങളും പൊരുത്തവും ഐക്യവും അതിശീഘ്രം ശിഥിലീകരിക്കപ്പെടുകയാണ്. സഭകളിലും എക്യുമെനിക്കൽ പ്രസ്ഥാനങ്ങളും ക്രിസ്തു സാക്ഷ്യം വിളംബരം ചെയ്യുമ്പോൾ അത് സ്നേഹത്തിന്റെ സുവിശേഷത്തിൽ നിറഞ്ഞ് നീതിയും ശാന്തിയും ഐക്യവും സൃഷ്ടിക്കുവാൻ കഴിയണമെന്ന് അഖില ലോക സഭാ കൗൺസിൽ പ്രബോധിപ്പിക്കുന്നു. മാനവ സമൂഹം മുഴുവൻ ആത്യന്തികമായി സ്നേഹത്തിന്റെ കുടുംബമായി ഭാവിയെ പ്രത്യാശാപൂർവം സ്വീകരിക്കുവാൻ കരുത്താർജിക്കണം എന്ന ദർശനത്തിന് പ്രാധാന്യം വർദ്ധിക്കുന്നു. ക്രിസ്തു സ്നേഹം അതിരുകളിലേക്ക് നയിക്കപ്പെടുകയും അതിരുകൾ നീക്കം ചെയ്യുകയും ചെയ്യുന്നു. നീക്കം ചെയ്യുക എന്ന പദത്തിന് നീക്കുക എന്നും പുറപ്പാട് എന്ന അർത്ഥവും ഒത്തുചേരുന്നു. അതിരുകൾ നീക്കം ചെയ്ത് സ്നേഹത്തിനും അനുരഞ്ജനത്തിനുമായുള്ള പുറപ്പാടാണ് ക്രിസ്തു സുവിശേഷ വിളംബരം ചെയ്യുന്നത്. വിദ്വേഷത്തിന്റെയും ഭിന്നതയുടെയും വെറുപ്പിന്റെയും സംസ്കാരം സൃഷ്ടിക്കുന്ന ലോകക്രമത്തിൽ ക്രിസ്തു സ്നേഹം എല്ലാവിധമായ വേർതിരിവുകളും ഭേദിച്ച് സ്നേഹാധിഷ്ഠിത നീതി സമൂഹത്തെ രൂപപ്പെടുത്തും. എല്ലാവരും ക്രിസ്തുവിൽ ഒന്നായി തീർന്നു. ക്രിസ്തു മുഖാന്തരം സമാധാനവും നിരപ്പും ഉണ്ടാകുന്നു. ലോകത്തിന് ജീവനും സമൃദ്ധവുമായ ജീവനും നൽകുകയാണ് സ്നേഹ തീർത്ഥാടനത്തിലെ നീതിയും നിരപ്പും ലഭ്യമാക്കുന്നത്. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ നിരപ്പിന്റെ ശുശ്രൂഷ അടയാളപ്പെടുത്തുന്നത് ജീവനും സമാധാനവുമായാണ്. ജഡത്തിന്റെ സ്വഭാവം ശത്രുതയുടേതാണ്. അന്യോന്യം ക്ഷമിച്ച് സ്നേഹം ധരിച്ച് ക്രിസ്തുവിന്റെ സമാധാനം ഹൃദയത്തിൽ പ്രജ്വലിപ്പിക്കണം. നിരപ്പിന്റെ ശുശ്രൂഷ ക്രിസ്തുവിൽ ആയിരിക്കുന്ന അനുഭവമാണ്. അത് പുതിയ സൃഷ്ടിയുടെ പ്രകാശമാണ്. ന്യായം പ്രവർത്തിപ്പാനും ദയ കാണിപ്പാനുമുള്ള ആഹ്വാനവുമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നിരപ്പിന്റെ ശുശ്രൂഷ യാഥാർത്ഥ്യമാകണമെങ്കിൽ ആത്മീയവും ഭൗതികവുമായ സമീപനങ്ങളിൽ രൂപാന്തരം ഉണ്ടാക്കണം.
സുവിശേഷത്തിന്റെ ഹൃദയ സന്ദേശമാണ് സ്നേഹവും നിരപ്പും എല്ലാവിധ വേർതിരിവുകളും ഭേദിച്ച് ലോകരാഷ്ട്രത്തിൽ ശാന്തിയും ഐക്യവും സൃഷ്ടിക്കുവാൻ ശേഷിയുള്ള നേതൃത്വം സഭകളിലും സഭാ ഐക്യപ്രസ്ഥാനങ്ങളിലും ഉണ്ടാകണം. സഭകളിൽ നിരപ്പിന്റെ വേദശാസ്ത്രം വികസിപ്പിക്കുവാനും നീതിയും സ്നേഹവും സമാധാനവും നിലനിർത്തുവാനും കഴിയണം. ക്രിസ്തു പകർന്ന നിരപ്പിന്റെ ശുശ്രൂഷകളെ വാർത്തെടുക്കുവാനുള്ള ഉത്തരവാദിത്വം സഭകൾക്ക് വിസ്മരിക്കുവാൻ കഴിയുകയില്ല. ആരാധനയും കൗദാശിക അനുഭവങ്ങളും നിരപ്പിന്റെ ശുശ്രൂഷയ്ക്കുള്ള മുഖാന്തരങ്ങളാണ്. ദൈവത്തോടും മനുഷ്യവർഗത്തോടും പ്രകൃതിയോടും അനുരഞ്ജനപ്പെടുകയാണ് യഥാർത്ഥ ആധ്യാത്മികത. ആരാധനാധിഷ്ഠിത ജീവിത യഥാർത്ഥ പശ്ചാത്താപവും നിരപ്പിന്റെ വഴികൾ വെളിപ്പെടുത്തുന്നവയാണ്. യഥാർത്ഥമായ നിരപ്പിന്റെ അനുഭവം ദൈവത്തിന്റെ പ്രസാദവും പൊതുജീവിതത്തിന്റെ ഉറവിടവുമാണ്. സഭകളിൽ നിരപ്പും നീതിയും സമാധാനവും യാഥാർത്ഥ്യമാകണമെങ്കിൽ സ്നേഹത്തിന്റെ സുവിശേഷം ശക്തമാകണം. ആഗോളവൽക്കരണം, നവ സാങ്കേതിക വിദ്യ, സാമൂഹ്യ മാധ്യമങ്ങൾ, നിർമ്മിത ബുദ്ധി, റോബോട്ടിക് എന്നിവ സൃഷ്ടിക്കുന്ന പുത്തൻ സാമൂഹിക പരിസരം സത്യാനന്തര കാലത്തെ അതിശീഘ്രം സൃഷ്ടിക്കുമ്പോൾ നിരപ്പിന്റെയും സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും സ്നേഹ സുവിശേഷം സഭകളിൽ വിസ്മരിക്കപ്പെടുന്നു എന്നുള്ള വിവരവും നാം മറക്കാതിരിക്കുന്നത് നന്നായിരിക്കും. ദൈവസ്നേഹത്തിന്റെ പങ്കിടിയിൽ യാഥാർത്ഥ്യമാകുന്നത് ക്രിസ്തു സാന്നിധ്യത്തിലൂടെയാണ്. ദൈവം മനുഷ്യനായി കാൽവറിയിൽ യാഗമായി തീരുന്നു. ഉയർപ്പിലൂടെ ജീവന്റെ പ്രഖ്യാപനവും പ്രത്യാശയും ലോകത്തിന് വിളംബരം ചെയ്തു. ക്രിസ്തുവിലൂടെ വെളിപ്പെട്ട ദൈവസ്നേഹത്തിന്റെ വിളിയും നിയോഗവും പരസ്പര നിരപ്പിലും ഐക്യത്തിലുമുള്ളതാണ്. മഹാമാരിയും യുദ്ധവും കാലാവസ്ഥാ വ്യതിയാനവും വംശീയ വർഗീയ വിഭജനവും അതിശക്തമായി സമൂഹത്തെ ഗ്രസിക്കുമ്പോൾ ശാന്തിയും പ്രത്യാശയും പകരുന്ന ജീവന്റെ സുവിശേഷം ഫലപ്രദമായി പങ്കിട്ട മനുഷ്യവർഗത്തെയും പ്രകൃതിയെയും രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുമ്പോൾ ക്രിസ്തീയ സാക്ഷ്യം അർത്ഥപൂർണമാകും. ദൈവ സ്നേഹത്തിന്റെ നിറയുന്ന ദൗത്യ നിർവഹണം യാഥാർത്ഥ്യമാക്കുവാൻ സഭകൾക്ക് കഴിയണം. പരിശുദ്ധാത്മ നിറവിൽ കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ച് സൗഖ്യദായകവും ശക്തീകരണാത്മകവുമായ ശുശ്രൂഷകൾ നിർവഹിക്കുവാൻ ക്രിസ്തു സ്നേഹത്തിൽ നിറയും. തിരസ്കൃതർക്കും നീതി നിഷേധിക്കപ്പെട്ടവർക്കും ശാന്തിയും പ്രത്യാശയും പകരുന്ന ദൈവസ്നേഹത്തിന്റെ കാരുണ്യ സ്പർശനം അനുഭവിച്ചറിയുവാൻ അവസരങ്ങൾ സൃഷ്ടിക്കണം. സഭകളുടെ സ്നേഹ തീർത്ഥാടനത്തിൽ നിരപ്പും ഐക്യവും നീതിയും പുനഃസൃഷ്ടിക്കുവാൻ കഴിയണം. സഭാന്തരവും മതാതീതവുമായി സ്നേഹത്തിന്റെയും നിരപ്പിന്റെയും ദർശനം പകർന്ന് കാരുണ്യ സ്പർശമായി തീരുവാൻ സഭകൾക്ക് കഴിയണം. ഇതൊക്കെയും സംഭവിക്കണമെന്നുണ്ടെങ്കിൽ നാം ഓരോരുത്തരും ചെയ്യേണ്ടത് ഇടപെടാതെ പ്രാർത്ഥിക്കുകയും സൽപ്രവർത്തികൾ ചെയ്യുകയും എല്ലാറ്റിനും സ്തോത്രം ചെയ്യുകയും ചെയ്യണം. ദൈവം നമുക്ക് തന്നിട്ടുള്ളതായ എല്ലാ കൃപാവരങ്ങൾക്കും വേണ്ടി നാം അവന് നന്ദി പറയുകയാണ് വേണ്ടത്. ദുഃഖം വരുമ്പോൾ നമ്മളെല്ലാവരും അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലും. എന്നാൽ സന്തോഷത്തിൽ അവന് നന്ദി പറയുന്ന നമ്മളിൽ എത്ര പേരുണ്ട് എന്ന് ഈ അവസരത്തിൽ ഒന്ന് ചോദിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.